പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തൊടുപുഴ വെങ്ങല്ലൂരിനടുത്തുള്ള പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലാണ്. ഇത് കണ്ടോ, അതിമനോഹരമായൊരു ശില്പം, നാഗരാജ ശില്പം. നാഗരാജ ശില്പമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. തൊടുപുഴയ്ക്ക് സമീപം മണക്കാട് തൊടുപുഴയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് പുതുക്കുളം നാഗരാജസ്വാമി ക്ഷേത്രം. നാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന പുതക്കുളത്തുമന നാഗരാജ ക്ഷേത്രം തൊടുപുഴ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്ന് 19 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗരാജാവ് പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശ്രീകോവിലിൽ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും മൂർത്തികളുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ്. പ്രധാന ശ്രീകോവിലിൽ 3 വാതിലുകളിൽ കൂടി 10ഓളം ദേവതമാർ ദർശനം നൽകുന്നു. തെക്കുവശത്തെ നാഗരാജ നടയ്ക്കാണ് പ്രാധാന്യം. കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം നാഗരാജാവിനും നാഗയക്ഷിക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. 100 പാലും കദളിപ്പഴവും അന്നത്തെ വഴിപാടിൽ ഉൾപ്പെടുന്നു. ദിവസവും നാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് വളരെ പുണ്യമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. നാഗദോഷങ്ങളിൽ നിന്നും ആളുകൾക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ ദിവസേന എത്തുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ ക്ഷേത്രത്തിൽ എപ്പോൾ വന്നാലും ആദ്യം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ചിട്ടാണ് പുറമേയുള്ള വീഡിയോകൾ എടുക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ക്ഷേത്ര ദർശനം നടത്താം. എൻ്റെ വീഡിയോകൾ കണ്ടാൽ അറിയാൻ പറ്റും, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് പോലെ തന്നെയാണ് ഞാൻ വീഡിയോയും എടുത്തിരിക്കുന്നതെന്ന്. ഞാൻ വരുന്ന സമയം ക്ഷേത്രനട അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് വീഡിയോ നല്ലതുപോലെ പകർത്താൻ പറ്റി. ശ്രീകോവിൽ ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ഈ ക്ഷേത്രത്തിൽ വന്ന് മേൽശാന്തിയുടെയും ഭാരവാഹികളുടെയും അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ ക്ഷേത്രവളപ്പിൽ വീഡിയോ എടുത്തത്. അതിന് ഞാൻ മേൽശാന്തിയോടും ഭാരവാഹികളിൽ ഒരാളെ ലതാമാടത്തോടും നന്ദി പറയുന്നു കേട്ടോ. പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ ശതകാല ചരിത്രം കൃത്യമായ ഒരു ലിഖിതരേഖയായി ലഭിച്ചിട്ടില്ലെങ്കിലും പരമ്പരയായി കൈമാറിപ്പോന്ന വായുമൊഴിയിലൂടെ പുതുക്കുളം നാഗരാജാവിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ഇവിടുത്തെ ഭാരവാഹികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മലബാറിൽ വസിച്ചിരുന്ന പ്രതാപശാലികളും ജന്മികളുമായിരുന്ന പുതുക്കുളം കുറുമ്പത്തൂർ ബ്രാഹ്മണ കുടുംബങ്ങൾ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പലായനം ചെയ്ത് വടക്കുംകൂറിൽ അഭയം പ്രാപിച്ചു. വടക്കുംകൂർ രാജഭരണ പ്രദേശത്തിൻ്റെ അധീനതയിൽ ഉൾപ്പെട്ട തൊടുപുഴയിലെ മണക്കാട് എന്ന ദേശത്ത് മഹാരാജാവ് തിരുമനസ് തൻ്റെ സഹാനുഭൂതിയാൽ അവർക്ക് വസിക്കുവാനായി ഒരു ദേശം തന്നെ അനുവദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രവാസികളായി ഇവിടെ എത്തിച്ചേർന്ന പുതുക്കുളം കുറുമ്പത്തൂർ കുടുംബങ്ങൾ കാലക്രമേണ സ്ഥിരവാസികളായി ഉയർന്നു. അവരുടെ കുലദൈവമായിരുന്ന നരസിംഹമൂർത്തിയും ഭഗവതിയും മണക്കാടിനും കുലദൈവങ്ങളായി മാറി. കാലക്രമേണ ദേവസ്വത്തിന് വിട്ടുകൊടുക്കപ്പെട്ട തങ്ങളുടെ ആരാധനാമൂർത്തിയുടെ ആശ്രിതരായി അവർ അവിടെ കഴിഞ്ഞുകൂടി. ഇവരിൽ ചിലർ കുലവൃത്തികളിൽ ഏർപ്പെടുകയും ചിലർ കൃഷി ഉപജീവനമാർഗമായി സ്വീകരിക്കുകയും ചെയ്തു. അധ്യാപകരും തൊഴിലിടങ്ങളിൽ ഭിക്ഷുകരും തൊഴിലാളികൾക്കൊപ്പം പ്രവർത്തിച്ചവരും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. തൊഴിൽ നേടിയും തൊഴിൽ നൽകിയും മറ്റുള്ളവർക്ക് മാർഗദർശികളായി. തങ്ങൾക്കൊപ്പം അനുഗമിച്ച അനുചരവൃന്ദത്തിനും അവർ രക്ഷകരായി നിലകൊണ്ടു. കാലക്രമേണ കുറുമ്പത്തൂരും പുതുക്കുളവും 2 ശാഖകളായി പിരിഞ്ഞു. കുറുമ്പത്തൂരിന് നരസിംഹവും പുതുക്കുളത്തിന് ഭഗവതിയും ഉപാസനാമൂർത്തികളായി എന്നാണ് പറയപ്പെടുന്നത്. പല ശാഖകളായി പിരിഞ്ഞെങ്കിലും അവർ ഒരുമയോടുകൂടിയാണ് ജീവിതം തുടർന്നത്. ഈ കാലഘട്ടത്തിലാണ് ചരിത്രപരമായ മാറ്റത്തിന് കാരണഭൂതമായ ആ സംഭവം അരങ്ങേറുന്നത്. എല്ലാ വർഷവും കന്നിമാസത്തിലെ സർപ്പപൂജയ്ക്കായി പാമ്പുമേക്കാട്ട് മനയിൽ നിന്നും ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ ഈ പ്രദേശങ്ങളിലെത്തി പൂജകൾ കഴിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ സർപ്പപൂജയ്ക്കായി ദേശത്തെത്തിയ അദ്ദേഹത്തെ മഹാവ്യാധിയായ വസൂരി ബാധിച്ചു. ഈ രോഗാവസ്ഥയിൽ അതിഥി ഖിന്നനാവുകയും സ്വഭവനത്തിലേക്ക് പുറപ്പെടുവാൻ കഴിയാതെ വന്ന സാഹചര്യം അറിയിക്കുകയും പരിചാരകനെ പുതുക്കുളത്തേക്ക് അയക്കുകയും ചെയ്തു. സ്വജനങ്ങൾ പോലും ഭയത്തോടെ അകന്നു മാറുന്ന ഈ മഹാവ്യാധിയിൽ പുതുക്കുളത്തെ മഹാമനസ്കരായ അംഗങ്ങൾ അദ്ദേഹത്തെ സഹാനുഭൂതിയോടെയും ഭയലേശമന്യെയും പരിചരിക്കുകയും നാളുകൾ നീണ്ട ആ പരിചരണത്തിലൂടെ അദ്ദേഹം രോഗവിമുക്തനാവുകയും ചെയ്തു. രോഗം മാറിയ അതിഥിയെ പുതുക്കുളത്തെ നല്ലവരായ ബ്രാഹ്മണർ തന്നെ പാമ്പുമേക്കാട്ട് മനയിൽ കൊണ്ടുചെന്നാക്കി. ഈ മഹാമനസ്കതയിൽ നന്ദി സൂചകമായി അവിടുത്തെ കാരണവർ ധനം ദക്ഷിണയായി നൽകുകയും ചെയ്തു. എന്നാൽ സൽക്കർമ്മം പുണ്യം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന പുതുക്കുളത്തെ ബ്രാഹ്മണശ്രേഷ്ഠർ ആ ദക്ഷിണ നിരസിച്ച് വിനയാന്വിതനായി ശിരസ് നമിച്ചു. പുതുക്കുളത്തിൻ്റെ മഹാമനസ്കതയിൽ മനം നിറഞ്ഞ പാമ്പുമേക്കാട്ടെ കാരണവർ നന്മയുടെ നിറകുടമായ ഇവർക്ക്
എല്ലാ കാലത്തും തുണയേകുവാൻ 5 സർപ്പചൈതന്യം ദാനമായി നൽകി. വിശിഷ്ടമായ ഉപാസനാമന്ത്രം പനയോലയിൽ എഴുതി നൽകുകയും ചെയ്തു. ഈ സർപ്പചൈതന്യങ്ങൾക്ക് യഥാവിധി പൂജകൾ ഒരു തപസ്യയെ അനുഷ്ഠിച്ചാൽ പുതുക്കുളത്തിനും സമീപവാസികൾക്കും നന്മയും അഭിവൃദ്ധിയും വന്നുചേരുമെന്ന് അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ കഥയെല്ലാം ചരിത്രമാണെങ്കിലും ഇന്നത്തെ പുതുക്കുളത്തിന് സുവ്യക്തമായ ഒരു ചിത്രമുണ്ട്. പുതുക്കുളത്തിന് പുനർജീവൻ നൽകിയത് ഈ ക്ഷേത്രഭരണം ഏറ്റെടുത്ത് പുതുക്കുളത്തെ ഒരു മഹാശയനാണ്. ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പുതുക്കുളം നാഗരാജ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു. പുതുക്കുളത്തിന് തദ്ദേശവാസികൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകിയ സർപ്പചൈതന്യത്തെ ഭക്തജനങ്ങൾ ബഹുമാനം നൽകി ആദരിച്ചു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദർശനപുണ്യം തേടിയെത്തുന്ന ഭക്തസഹസ്രങ്ങളുടെ അഭിഷ്ടദായകനായി പ്രഭാതസൂര്യനെ പോലെ ഉദിച്ചുയർന്ന് കീർത്തി പരത്തി പുതുക്കുളം ശ്രീ നാഗരാജാവ് ഇന്നിവിടെ പരിലസിക്കുന്നു. സർപ്പദോഷങ്ങൾ അകറ്റുവാനും സന്താന ലബ്ധിക്കും ഇവിടുത്തെ വഴിപാടുകൾ ശുഭകരം എന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തെ ഐതിഹ്യത്തെക്കുറിച്ച് ഇവിടുത്തെ മേൽശാന്തി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ മിഥുൻ നമ്പൂതിരി, പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. മണക്കാട് തൊടുപുഴയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാഗരാജാവിൻ്റെ ക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മധ്യകേരളത്തിലെ സർപ്പ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നു. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരിനാഗം, കുഴിനാഗം, ഭഗവതി, ഗണപതി, അയ്യപ്പൻ, ഭുവനേശ്വരി, ഭദ്രകാളി എന്നിങ്ങനെ മൊത്തം 10 പ്രതിഷ്ഠയായിട്ടാണ് ഒറ്റ ശ്രീകോവിലായിട്ടുള്ള വലിയ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത ആയില്യത്തിന് ആണ് ആചരിക്കുന്നത്. ആയില്യത്തിന് സർപ്പത്തിൻ്റെ നാളായതുകൊണ്ട് ആയില്യം നാളാണ് ഇവിടെ എല്ലാ മാസത്തിലെ ആയില്യത്തിനും വിശേഷമായിട്ട് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ വഴിപാടുകളായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രോഗശാന്തി, അതായത് സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന രോഗശാന്തി, സന്താനങ്ങൾ ലഭ്യ കുറവുള്ള ആളുകൾ, വിവാഹം നടക്കാത്ത ആളുകൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് സർപ്പസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഇവിടെ വന്ന് വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ മാറ്റം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. എണ്ണയാടി ഉപയോഗിക്കുക, സർപ്പത്തിന് 100 പാലും കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അവിടെയുള്ള മഞ്ഞൾപ്പൊടി, പൂക്കുല എന്നിവയുള്ള ദ്രവ്യങ്ങളെല്ലാം കൊണ്ട് സമർപ്പിച്ച് നാഗയക്ഷിക്ക് പ്രാർത്ഥിക്കുക. രാവിലെ ആയില്യത്തിൻ്റെ ചടങ്ങുകളായിട്ട് നമ്മളിവിടെ ആചരിച്ചു വരുന്നത് ഗണപതി ഹോമത്തിൽ തുടങ്ങി പാൽപ്പായസ ഹോമം, അഷ്ടനാഗ പൂജ, ആയില്യം പൂജ എന്നിങ്ങനെ ഉച്ചവരെയുള്ള ചടങ്ങുകളും ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് ദീപാരാധന, നേദ്യം, സർപ്പബലി, വിശേഷാൽ സർപ്പബലിയും നടത്തപ്പെടുന്നതാണ്. ഇവിടുത്തെ ഐതിഹ്യ സംബന്ധമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പാമ്പുമേക്കാട്ടിൽ നിന്ന് ദാനമായിട്ട് കിട്ടിയ വാസുകി എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടുത്തെ ഇല്ലക്കാർക്ക് ഇതൊരു ഇല്ലത്തിൻ്റെ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പുതുക്കുളം എന്നുള്ള ഇല്ലത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പം അത്രയും ശക്തിയുള്ള നാഗരാജാവാണ് ഇവിടെയുള്ളത്. നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരിനാഗം, കുഴിനാഗം എന്നിവയാണ് ഇവിടെയുള്ളത്. ഇവിടെ കൂടുതലായിട്ട് വഴിപാടുകൾ വരുന്നത് രോഗശാന്തിക്കായിട്ട്, സന്താനലബ്ധിക്ക്, വിവാഹം, ജോലി, കാര്യതടസ്സം അങ്ങനെയുള്ള ഇതിനൊക്കെ ആയിട്ടാണ് വഴിപാടുകൾ വരുന്നത്. അത് ആയില്യം നാളുകളിൽ പാൽപ്പായസ ഹോമം, അഷ്ടനാഗ പൂജ, സർപ്പബലി തുടങ്ങിയ ചടങ്ങുകളിലൂടെ അത് സംബന്ധിച്ച് പരിഹാരങ്ങളായിട്ട് ഇവിടെ ചെയ്ത് നടത്തി ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് ഫലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വേറെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചതുർബാഹു ആയിട്ടുള്ള നിൽക്കുന്ന ഗണപതി പ്രതിമ ഇവിടെയാണുള്ളത്. പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. അതേപോലെ തന്നെ നാഗരാജാവിൻ്റെ വലിയ പ്രതിമയും ഇവിടെ തന്നെയുണ്ട്. ഇത് ആചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇല്ലത്തെ തന്നെ ഒരു കാര്യമായിട്ട് തന്നെ ഗണപതിയെ ആചരിച്ചിരുന്നു. ആ ഗണപതിയുടെ ഒരു ഇതിനായിട്ട് വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ ഇവിടെ പ്രതിമയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ പാലായിൽ നിന്നുള്ള ശില്പികളാണ് ഇവിടെ വന്ന് പണിത് അത് അനുച്ഛാദനം ചെയ്തത്. നമുക്കിനി ക്ഷേത്ര പ്രദർശനം നടത്തിയിട്ട് വരാം. കേരളത്തിൽ പിന്തുടരുന്ന പരമ്പരാഗത ഹിന്ദു കലണ്ടർ പ്രകാരം കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് ശ്രീകോവിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. 100 പാലും മറ്റു നിരവധി വഴിപാടുകളും ഈ ദിവസം ദേവന്മാർക്ക് സമർപ്പിക്കുന്നു. ത്രേതായുഗത്തിൽ ക്ഷത്രിയ നിഗ്രഹത്തിൻ്റെ പാപപരിഹാരത്തും പരശുരാമൻ സൃഷ്ടിച്ച ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് വിശ്വാസം. ഇത് കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമിയായതിനാൽ ലവണാംശം കൂടുതലുള്ള മണ്ണിന് ഫലപുഷ്ടി ഇല്ലായിരുന്നു. മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്തതിനാൽ ആളുകൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. ഇതിന് പരിഹാരം തേടി പരശുരാമൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. സർപ്പങ്ങളുടെ ആവാസം ഉണ്ടെങ്കിലേ മണ്ണിന് ഫലപുഷ്ടി വരുത്താൻ കഴിയൂ എന്ന് ശിവൻ അരുളി ചെയ്തത് പ്രകാരം പരശുരാമൻ തപസ് ചെയ്ത് നാഗരാജാവിനെ പ്രത്യക്ഷപ്പെടുത്തി. നാഗരാജാവിൻ്റെ നിത്യസാന്നിധ്യം ഇവിടെ ഉണ്ടാവണമെന്ന് പരശുരാമൻ്റെ ആവശ്യം നാഗരാജാവ് സ്വീകരിച്ചു. കേരളത്തിലെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുടെ നിശ്ചിത ഭാഗം സർപ്പാരാധനയ്ക്ക് വേണ്ടി കാവുകളായി സംരക്ഷിക്കണമെന്ന് നാഗരാജാവ് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നാഗദൈവങ്ങൾ ഈ മണ്ണിൽ വസിക്കുന്നത് ഈ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ലവണാംശം നിറഞ്ഞ മണ്ണിനെ സ്വന്തം വിഷം കൊണ്ട് നാഗദൈവങ്ങൾ ശുദ്ധമാക്കി. ഭക്തലക്ഷങ്ങൾക്ക് സുഹൃത ദർശനമായി മാറിയ ഐതിഹ്യങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത്.
നാഗദൈവങ്ങളെ ആരാധിക്കുക എന്നത് കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നാഗത്തെ ആരാധിച്ച് ആഘോഷിക്കുന്ന ചടങ്ങുകൾ പരമ്പരാഗത കാലം മുതൽ തന്നെ കേരളത്തിൽ നിലനിന്നു വരുന്ന ആചാരങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് സർപ്പക്കാവുകൾ ഇല്ലാത്ത വീടുകൾ കുറവായിരുന്നു കേരളത്തിൽ എന്ന് തന്നെ പറയാം. കാലം പോയതോടെ സർപ്പക്കാവുകളും കുളങ്ങളും ഒക്കെ അപ്രത്യക്ഷമായെങ്കിലും സർപ്പാരാധനയ്ക്കും വിശ്വാസത്തിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇതാണ് പ്രശസ്തമായ പുതുക്കുളം നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ നാഗരാജ ശില്പം. പ്രദക്ഷിണ വഴിയിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് നമുക്ക് ശില്പത്തെക്കുറിച്ച് അറിയുകയും വിവരിക്കുകയും ചെയ്യാം കേട്ടോ. അതിൻ്റെ അടയാളമാണ് ഇന്ന് സർപ്പപ്രീതിക്കായി നടത്തുന്ന പൂജകളും ആയില്യത്തിലെ പ്രത്യേക പൂജകളുമൊക്കെ. നാഗപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണെന്ന് തന്നെ പറയാം. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠ ഉണ്ടെങ്കിലും നാഗങ്ങൾക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള നാഗക്ഷേത്രങ്ങൾ. നാഗത്തോട് പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കാത്ത കാര്യവും എത്ര തന്നെ അസാധ്യമായിരുന്നാലും അത് നടന്നിരിക്കും എന്നാണ് വിശ്വാസം. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണെന്നാണ് കരുതപ്പെടുന്നത്. ഞാൻ പ്രദക്ഷിണം വെച്ച ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി കേട്ടോ. ഇനി നമുക്ക് നാഗരാജ ശില്പവും കേരളത്തിലെ നിൽക്കുന്ന ഗണേശ ശില്പങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ള ശില്പവും കാണാം നമുക്ക്. നമ്മുടെ ആരാധനാരീതികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് നാഗാരാധന. മിക്ക തറവാടുകളിലും കാവുണ്ട്. വിപുലമായ രീതിയിൽ സർപ്പാരാധന നടക്കുന്ന പ്രസിദ്ധ സർപ്പക്ഷേത്രങ്ങളും ധാരാളമുണ്ട്. അത്യാദരപൂർവമാണ് ഈ സന്നിധികളെ ഭക്തർ കാണുന്നത്. നാഗത്തറകൾ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. നാഗരാജാവ്, നാഗകന്യക, നാഗയക്ഷി ഇങ്ങനെ വ്യത്യസ്ത സങ്കല്പങ്ങളിൽ നാഗാരാധന നടത്തുന്നു. മറ്റു സന്നിധികളിൽ നിന്ന് വ്യത്യസ്തമായ പൂജാരീതികളാണ് നാഗക്ഷേത്രങ്ങളിലുള്ളത്. നാഗങ്ങളും സർപ്പങ്ങളും ഒന്നല്ല, സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നവയാണ് നാഗങ്ങൾ. എന്നാൽ സർപ്പങ്ങൾ സർവ്വവ്യാപിയാണ്. നാഗങ്ങൾ പാതാളത്തിൽ വസിക്കുന്നു എന്നാണ് സങ്കല്പം. ഭൂമിയിലെ അവരുടെ പ്രതീകങ്ങളാണ് സർപ്പങ്ങൾ. സർപ്പങ്ങളും നാഗങ്ങളും രണ്ടാണെങ്കിലും രണ്ടും ഒരുപോലെയാണ് സാധാരണ ആരാധനയിൽ ഉപയോഗിക്കുന്നത്. കാവുകളിലും ക്ഷേത്രങ്ങളിലുമാണ് സർപ്പങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. കരിങ്കൽ ബിംബങ്ങൾ, ചിത്രകൂടങ്ങൾ എന്നിവ കൂടാതെ നാഗരാജാവിൻ്റെ വലിയ പ്രതിമ കാവുകളിൽ പൂജിക്കുന്ന പതിവുമുണ്ട്. ചില പുരാതന കുടുംബങ്ങളിലും നാഗപ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റും. ആയില്യം സർപ്പങ്ങളുടെ ജന്മനക്ഷത്രമായാണ് സങ്കല്പം. കന്നിമാസത്തെ ആയില്യമാകട്ടെ നാഗരാജാവിൻ്റെ ജന്മദിനമാണത്രേ. അതുകൊണ്ടാണ് കന്നിയിലെ ആയില്യം ഏറ്റവും പ്രാധാന്യമാകുന്നത്. എല്ലാ മാസത്തിലും ആയില്യത്തിന് സർപ്പപ്രീതിക്ക് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും സർപ്പബലി തുടങ്ങിയവ നടത്താറുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ചതുർബാഹു ഗണേശ ശില്പത്തിനടുത്തേക്ക് പോകാം. ക്ഷേത്രത്തിലെത്തുന്ന നമ്മൾ ആദ്യം ദർശിക്കുന്നതും കാണുന്നതും 27 അടി ഉയരമുള്ള ബാലഗണപതിയെയാണ്. നാഗരാജ ക്ഷേത്രത്തിലെ 27 അടി ഉയരമുള്ള ചതുർബാഹു ഗണേശ ശില്പം നിർമ്മാണ വൈദഗ്ധ്യത്തിൽ ആരെയും ആകർഷിക്കാൻ പോകുന്നവയാണ്. നിൽക്കുന്ന ഗണേശ ശില്പങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ശില്പമാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. മള്ളിയൂർ, മാഞ്ഞൂർ, കാളാശ്ശേരിയിൽ ദിനീഷ് കെ പുരുഷോത്തമൻ എന്ന ശില്പിയാണ് 1 വർഷം കൊണ്ട് ഈ ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നാണ് ഇവിടെയുള്ള ഭാരവാഹികൾ പറഞ്ഞത്. നിൽക്കുന്ന ശില്പങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതാണ് ഇത്. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഗണേശ ശില്പം നിരവധി പ്രത്യേകതകളോടെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മുൻവശത്തെ ഇടതുകൈയിൽ മോദകവും വലതു കൈയിൽ അഭയഹസ്തവുമുണ്ട്. ഗണേശൻ്റെ 4 കൈകളിൽ പിന്നിലെ ഒരു കൈയിൽ മഴുവും മറ്റേ കൈയിൽ ശംഖുമാണ് ഉള്ളത്. ഗണേശ ശില്പം അളവിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് കമ്പിയും ഇരുമ്പിനെറ്റും വെച്ച് കോൺക്രീറ്റ് ചെയ്തായിരുന്നു നിർമ്മാണം. ഈ ക്ഷേത്രത്തിൽ 6 വർഷം മുമ്പാണ് ദിനീഷ് 25 അടി ഉയരമുള്ള നാഗരാജാവിൻ്റെ ശില്പം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുൾപ്പെടെ നിരവധി ആളുകളാണ് ശില്പങ്ങൾ കാണാനായി എത്തുന്നത്. ദിനീഷ് ശില്പനിർമ്മാണം പഠിച്ചിട്ടില്ലെന്നതും പ്രത്യേകതയാണ് കേട്ടോ. ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഇത് കണ്ടോ, ക്ഷേത്ര കവാടത്തിൻ്റെ വാതിൽ ശ്രദ്ധയിൽപ്പെട്ടത്. എത്ര മനോഹരമാണെന്ന് നോക്കി. ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയപ്പോൾ വാതിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ നടയെല്ലാം അടച്ച് അമ്പലത്തിലെ കവാടത്തിലെ വാതിലും അടച്ചപ്പോഴാണ് വാതിലിൻ്റെ കൊത്തുപണിയും മറ്റും ശ്രദ്ധിച്ചത്. നന്നായിട്ടുണ്ട് അല്ലേ? എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം, എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത്. പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.